എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നന്ദു കോടതിയിൽ അങ്ങോട്ട് കത്തിക്കയറുവാണ് ശരവണ്ണ നേരെ. നന്ദുവിന്റെ മുന്നില് പിടിച്ചു നിൽക്കാൻ പറ്റാതെ ശരവണൻ പതറി പേടിച്ചരണ്ട് നിൽക്കുവാണ്. അവർ ശരവണന് നല്ല നവ്യക്കും നയനയ്ക്കും ഒക്കെ മനസ്സിലായി നന്ദുവിന്റെ പവർ എന്താന്നുള്ള കാര്യം. കാരണം ഒരു വക്കീല് വാദിക്കുന്നേക്കാളും അതിഗംഭീരമായിട്ടാണ് നന്ദു വാദിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ശരവണനോട് ചോദിച്ചു, അല്ല നിങ്ങൾ ഇതിനു മുമ്പ് കോടതി കയറിയിട്ടില്ലേ, ജയിലിൽ കിടന്നിട്ടില്ലേ, ആ ജയിലിൽ കിടന്ന് എന്തിനു വേണ്ടിയാന്ന് ചോദിക്കുകയാണ്. ശരവണനൊന്നും മിണ്ടാതെ മുഖം കുണിച്ച് നിൽക്കുകയാണ്. ഈ സമയം നന്ദി ചോദിച്ചു, 2021 ഡിസംബറിൽ എന്താ സംഭവിച്ചെന്ന് ചോദിക്കാം. നിങ്ങൾ ഇതുവരെ ആയിട്ട് ഒരു പെൺകുട്ടിയുടെ നേർക്ക് നോക്കിയിട്ട് പോലുമില്ല, അവളുടെ കയ്യിൽ അവളുടെ അനുവാദം ഇല്ല, സ്പർശിച്ചിട്ടില്ല, അല്ലെങ്കിൽ അപമര്യാദയായിട്ട് പെരുമാറിയിട്ടില്ല എന്നൊക്കെയല്ലേ നിങ്ങൾ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചേ. പക്ഷേങ്കില് 2021 ഡിസംബറിലോ നിങ്ങൾ കാണിച്ചു കൂട്ടി എന്താ? ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച് ഒരു പെൺകുട്ടിയെ ബലമായിട്ട് കടന്നു പിടിച്ചിട്ട് അവളെ ചുംബിക്കാനായിട്ട് ശ്രമിച്ചു. അവളുടെ അമ്മ കൊണ്ടേ പരാതി കൊടുത്തു. ഇതിനു മുമ്പ് പലതവണ ആ പെൺകുട്ടിയെ നിങ്ങൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പുറകെ കിടന്ന് ശല്യം ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരിലാണ് നിങ്ങളെ കോടതി ശിക്ഷിച്ചത്. അത് മാത്രമല്ല, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തെറ്റാന്ന് തെളിയിക്കുന്ന കാര്യമാണത്. നിങ്ങളല്ലേ പറഞ്ഞേ ഇങ്ങനെയൊന്നും താൻ ഒരു പെൺകുട്ടിയോട് പോലും ചെയ്യില്ല എന്ന്. ഇത്രയും ക്രൂരമായ അല്ലെങ്കിൽ ഇതുപോലത്തെ വൃത്തികേടുകളൊക്കെ ചെയ്യുന്ന നിങ്ങളാണോ എനിക്കിത് ജാമ്യം അല്ലെ എനിക്ക് ഇതിനെ മൊഴി കൊടുക്കാനായിട്ട് വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ കോടതിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങനെ കോടതിയെല്ലാം നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ശരവണ്ണന് മനസ്സിലായി താൻ കുടുങ്ങിയെന്നുള്ള കാര്യം. രേണുകയെ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. പിന്നീട് പറഞ്ഞു, നിങ്ങളല്ലേ പറഞ്ഞേ ഇവളെ അറിയില്ല എന്നുള്ള കാര്യം. പക്ഷേങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഫ്രണ്ടാണ് ഇവള്. നിങ്ങളും ഇവളും തമ്മിൽ കാണാറുണ്ടായിരുന്നു. അതിന്റെ CCTV ദൃശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ലഭിച്ചിട്ടുണ്ട് ഇവരുടെ ഫെദർ ടച്ച് എന്ന ആ ഒരു ബ്യൂട്ടി പാർലറിൽ നിന്ന്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഞാൻ മനഃപൂർവ്വം നിങ്ങളെ ബലാത്കാരമായിട്ട് പിടിച്ച് തല്ലിയെന്നല്ലേ നിങ്ങൾ കോടതി പറഞ്ഞിരിക്കുന്നത്, ഒരു പ്രകോപനം കൂടാതെ. പക്ഷെ അതല്ല സത്യം, ഞാൻ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇവളുടെ കയ്യെ കയറി പിടിച്ച ഇവളെ ബലമായിട്ട് ഉപദ്രവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴാണ് ഉള്ളതിന്റെ CCTV ദൃശ്യങ്ങളും മറ്റുമൊക്കെ ലഭിച്ചിട്ടുണ്ട്. പിന്നീട് കോടതിയോട് കാര്യങ്ങളൊക്കെ പറയണം. ആ CCTV ദൃശ്യങ്ങൾ ഇവിടെ ഹാജരാക്കുമെന്ന് പറയണം. അത് കേട്ടതും മാരാർ വക്കീല് ആ കോടതിയിൽ ആ ദൃശ്യങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുകയാണ്, CCTV ദൃശ്യങ്ങൾ. അപ്പൊ ആ ദൃശ്യങ്ങൾക്കകത്തെല്ലാം വ്യക്തമായിരുന്നു. നന്ദു അങ്ങോട്ട് ചെല്ലുന്നു. ആ സമയത്ത് ആ പെൺകുട്ടി രേണുവിന്റെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കുന്ന ഈ പറയുന്ന പരാതിക്കാരനായ ശരവണൻ, അതെല്ലാം നല്ല വ്യക്തമായിട്ട് കോടതിക്ക് മനസ്സിലായി. പക്ഷെ ആ തെളിവുകളെല്ലാം കൊണ്ടേ കൊടുത്ത് മാരാർ വക്കീലിന് ദേവേനയായിരുന്നു. മാരാർ വക്കീൽ ഒരു നിമിഷം ദേവേനെ ഓർത്തു പോവാണ്. അപ്പൊ തലേദിവസം തന്നെ മാരാർ വക്കീലിനെ കാണാനായിട്ട് ദേവേനി ചെന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ദേവേനി വക്കീലിനോട് പറഞ്ഞു, അതെ അങ്കിളെ, ഞാൻ ഈ പരാതി നടന്ന ആ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കുട്ടിയും കൂടെ. അപ്പൊ അവള് അത്യാവശ്യം ചാനൽ റിപ്പോർട്ടറാണ്, അവള് കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന. അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അവിടെ CCTV ദൃശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, CCTV ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവളാണ് പറഞ്ഞത് ഇതിനകത്ത് ചിലപ്പോൾ ആ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടായിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ആ ദൃശ്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് ഒരു പെൺഡ്രൈവിനകത്താക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അങ്കിളുടെ കേസിന് വേണ്ടിയിട്ട് ഇത് ഉപകാരപ്പെടുമായിരിക്കും എന്ന് പറയണം. ഇത് കേട്ടതും വക്കീല് പറഞ്ഞു, എന്തായാലും ഇതൊരു വലിയ തെളിവ് തന്നെയാണ്. നിങ്ങൾ പറയുന്ന കുട്ടീനെ മോചിപ്പിക്കാണ്ട് ഈ തെളിവുകൾ തന്നെ മതിയായിരിക്കും എന്ന് പറയാണ്. കാരണം അവളൊരു തെറ്റും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവളെ മനഃപൂർവ്വം പ്രകോപിപ്പിച്ച ഈ കാര്യം ചെയ്താന്ന് തെളിയിക്കാണ്ട് ഇത് മതിയായിരിക്കും എന്ന് പറയണം. പിന്നീട് ദേവേനയുടെ വക്കീല് ചോദിച്ചു, അല്ല നിനക്ക് എന്താ ദേവേനി ഈ കേസിൽ ഇത്ര താല്പര്യം, നീ എന്താ വെട്ടത്തേക്ക് വരാത്തെ, നീ മറിഞ്ഞിരുന്ന് കളിക്കണം എന്താന്ന് ചോദിക്കുകയാണ്. ദേവേനി പറഞ്ഞു, അതെ പുറത്തിറങ്ങാനുള്ള സമയമായിട്ടില്ല, എന്റെ മുഖം പുറത്ത് കാണിക്കാനുള്ള സമയമായിട്ടില്ല. ആ സമയമാകുമ്പോഴത്തേനും ഞാൻ മുഖം കാണിച്ചോളാം അങ്കിളെ. പക്ഷെ അതുവരെ സത്യങ്ങളൊന്നും ആരും അറിയാനായിട്ട് പാടില്ലെന്ന് പറയണം. അവള് നല്ലൊരു പെൺകുട്ടിയാണ്, നീതിക്ക് വേണ്ടി പോരാടുന്ന പെൺകുട്ടിയാ. അവൾക്ക് നല്ലൊരു ഭാവിയുണ്ട്. അവളുടെ ഭാവി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെ ചേർന്ന് നടത്തിയൊരു ഗൂഢാലോചന ഫലമാണിത്. അതുകൊണ്ട് ആ പെൺകുട്ടി ഒരിക്കലും നിരപരാധിയായ ഒരു പെൺകുട്ടിയോ ശിക്ഷിക്കപ്പെടില്ലെന്ന് പറഞ്ഞ കണക്ക്. അതുകൊണ്ട് മാത്രമാണ്. അതോടൊപ്പം തന്നെ എനിക്ക് അവളെ നന്നായിട്ടറിയാം, അവളിങ്ങനെ ഒരു കുറ്റം ചെയ്യുന്നവളല്ല എന്ന് പറയണം. അപ്പൊ ഇതൊക്കെ മാരാർ വക്കീലിന്റെ മനസ്സിലേക്ക് വരുവാണ്. അപ്പൊ ദേവയാനിയാണ് ആ CCTV ദൃശ്യങ്ങളൊക്കെ കളക്ട് ചെയ്യാനായിട്ട് ഒക്കെ കളക്ട് ചെയ്തതും നന്ദുവിനെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചതൊക്കെ. പിന്നീട് ആ CCTV ദൃശ്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കോടതിക്ക് ഏകദേശമൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നീട് നന്ദു പറഞ്ഞു, നിരപരാധിയായ എന്നെ ഈ കേസ് കുടുക്കി എന്റെ SI സെലക്ഷൻ അല്ലെങ്കിൽ SI മോഹൻ താർക്കുക എന്നായിരുന്നു ഇവിടെ ലക്ഷ്യം. ഇന്ന് ഞാൻ പോലീസ് ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകേണ്ടതായിരുന്നു. പിന്നീട് കോടതിയുടെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തണം. പക്ഷെ എനിക്ക് ഇന്ന് പോകാനായിട്ട് സാധിക്കില്ല. എന്നാലും ഇവരെ പോലെയുള്ള കൊടും ക്രിമിനലിനെ ഒരു കാരണവശാലും വെറുതെ വിട്ടുകൂടാ. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ മേൽ കുറ്റാരോപണം നടത്തി എന്റെ ഭാവി തന്നെ ഇരളടയ്ക്കാണ്ട് ശ്രമിച്ച ഇവര് എന്നൊക്കെ പറയാണ്. അങ്ങനെ ജഡ്ജിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. ജഡ്ജി പിന്നീട് പറഞ്ഞു, അതെ ഒരു തെറ്റും
ചെയ്തിരുന്നത് കോടതിക്ക് തന്നെ ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് നന്ദനെ ഈ കോടതി നിരുപാധികം വിട്ടയക്കുമെന്ന് പറയാണ്. പിന്നീട് SIയുടെ നേരെ നോക്കി, എടോ താനക്ക് എന്തിനാ ഈ കാക്കിക്കുപ്പായി ഇട്ടുകൊണ്ട് നടക്കണേ? എടോ ഇങ്ങനെ ഒരു കേസ് കിട്ടിക്കഴിയുമ്പോഴത്തേനും അത് സത്യമാണോ അല്ലയോ എന്ന് അന്വേഷിക്കണ്ടേ? ഒന്നും അല്ലെങ്കിലും നാളെ കാക്കി യൂണിഫോം ഇടാൻ പോകുന്നൊരു പെൺകുട്ടിയല്ലേ ഇവളും. ഇവൾക്കെതിരെ ഒരു പരാതി കിട്ടിക്കഴിയുമ്പോൾ അത് ഒന്ന് പോയി അന്വേഷിക്കേണ്ട മര്യാദ അവിടെ ചെന്ന് കാണിക്കാനായിട്ട് നിനക്കില്ലേന്ന് ചോദിക്കണേ. കാരണം അവിടെ ചെന്ന് ഒന്ന് നോക്കണ്ടേ എന്താ ഏതാ സംഭവിച്ചെന്നുള്ള വല്ല CCTV ദൃശ്യങ്ങളുണ്ടോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടായിരുന്നോ? അതുപോലും നിങ്ങൾ നോക്കിയില്ലോടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് SIനെ രൂക്ഷമായിട്ട് വിമർശിക്കുവാണ് ജഡ്ജി. പിന്നീട് നന്ദുവിനോട് പറഞ്ഞു, ഇനി ഇതുപോലെയുള്ള കേസുകളൊക്കെ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിനെ പ്രതികരിക്കണം, നീതിക്ക് വേണ്ടി പ്രതികരിക്കണം. ഇങ്ങനെയുള്ള കുട്ടികളാണ് ഭാവിയിൽ SI ആയിട്ട് വരണ്ടേന്ന് പറയണം. പിന്നീട് പഴയ SIയോട് പറഞ്ഞു, കണ്ടു പഠിക്കടോ എന്ന് പറയാണ്. അങ്ങനെ നന്ദു തലയുയർത്തി അവിടെ നിൽക്കുകയാണ്. എല്ലാവർക്കും സന്തോഷമായി. ഈ സമയത്ത് മാരാർ വക്കീലൊന്ന് നോക്കി. മാരാർ വക്കീലിന് സന്തോഷമായി. കാരണം നന്ദു വാദിച്ചുകൊണ്ട് നന്ദു ഇത്രയ്ക്ക് അങ്ങോട്ട് ഇതാവുന്ന മാരാർ വക്കീലും പ്രതീക്ഷിച്ചില്ല. നന്ദു ബോൾഡായിട്ടൊരു പെൺകുട്ടിയാണെന്ന് അറിയാം. പക്ഷേ എങ്കിൽ ഇത്രയ്ക്ക് കത്തിക്കയറുന്ന വക്കീല് പോലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമില്ല. പിന്നീട് തല കുടിച്ച് നിൽക്കുകയാണ് വേണു ആണെങ്കിലും അതുപോലെ ശരവണനും ഒക്കെ. ശരവണനൊക്കെ തല ഉയർത്തി പിടിക്കാൻ പോലും പറ്റില്ല. പിന്നീട് കോടതി പറഞ്ഞു, ഈ കേസിന്റെ നന്നായിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഈ SIനെ അല്ലാതെ CIനെ ചുമതലപ്പെടുത്തുന്നു പറയാണ്. കാരണം നന്ദുവിനെ വിട്ടയച്ചു. അപ്പൊ ഇതിന് ഇടയ്ക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയണമല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് അങ്ങനെ അവസാനം വാദി പ്രതിയാവുന്ന ഒരു അവസ്ഥയിലേക്ക് വരുവാണ്. ശരവണനും ഈ പറയുന്ന അവൾക്കും രേണുവിനും ശിക്ഷ കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പായി. നന്ദുവിനെ ഇങ്ങനെ ഒരു കാര്യമില്ലാതെ നിരപരാധി ഒരാളെ വെറുതെ കള്ളക്കേസ് കൊടുക്കാൻ ശ്രമിച്ചേന്. പിന്നീട് നന്ദു പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. പുറത്തേക്ക് ഇറങ്ങി വരണ സമയത്ത് നയനയ്ക്കും നവിക്കും ഭയങ്കര സന്തോഷമായിരുന്നു. നന്ദുവിനെ കെട്ടിപ്പിടിക്കുകയാണ്. മോളെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് പോയാലോന്ന് ചോദിക്കുകയാണ്. പോകാൻ വരട്ടെ ചേച്ചി, ഇച്ചിരി പണിയുണ്ടെന്ന് പറയണം. അപ്പോഴേക്കും വേണു അങ്ങോട്ട് ഇറങ്ങിന്നു. ഭയങ്കര ചിരിയൊക്കെ ചിരിച്ചോണ്ടാ വന്നേ. എന്താളും രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അനന്തപുരി തറവാടിന് നാണക്കേടായിരുന്നു പറയാ. ഇത് കേട്ടത് നന്ദു പറഞ്ഞു, നാണക്കേടോ? തന്നെ പോലുള്ള ഒരുത്തനൊക്കെ ഉള്ളപ്പം എങ്ങനെയാടോ? തന്നെ പോലെയൊക്കെ നിഷ്ഠ ജന്മങ്ങളുണ്ടല്ലോ ഈ ഭൂമിയില്, നിരപരാധികളായ പെൺകുട്ടികളെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നവ്യ പറഞ്ഞു, ഇത് ചെയ്യിച്ച ആരാന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാന്ന് പറയണം. ഞാനെങ്ങനെയും ചെയ്തിട്ടില്ലെന്ന് പറയണം. ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് കാണിച്ചു തരും. എന്നെ നന്ദു SI ആയിട്ടൊന്ന് പുറത്തിറങ്ങിക്കോട്ടെ, തനിക്കിട്ടുള്ളത് ഉറപ്പായിട്ടും കിട്ടുമെന്ന് പറയണം. താനെങ്ങനെ ചിരിച്ചുത്സവിച്ച് മറിഞ്ഞിവിടെ വന്നാ എന്തിനാന്നറിയോ? എന്റെ നന്ദുവിന്റെ കയ്യില് കയ്യാമം വെക്കുന്ന കാണാനായിട്ട്. പക്ഷേങ്കില് നാണം കെട്ടാലോട് താൻ ഇവിടെ നിന്ന് ഇറങ്ങണേ. തനിക്കും തന്റെ മോൾക്കിട്ടുള്ള പണിയാ ഇതെന്ന് പറയണം. മേലാല് ഇത്തരം തറപ്പണികളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തന്റെ കർണം അടിച്ച് പൊട്ടിക്കുന്ന ഈ ഞാനായിരിക്കും നവ്യ പറയണം. നന്ദു രൂക്ഷമായിട്ട് നോക്കി. എന്നിട്ട് പറഞ്ഞു, ഇപ്പൊ എനിക്ക് എന്താണ് ട്രെയിനിങ്ങിന് പോകണം. ഈ സമയത്തെ ട്രെയിനിങ്ങിന് പോകാൻ പറ്റിയില്ലെങ്കിലും അടുത്ത തവണ ഉണ്ടാകുന്ന ട്രെയിനിങ്ങിന് എനിക്ക് പോകാനായിട്ട് സാധിക്കും. പക്ഷെ ട്രെയിനിങ്ങിനൊക്കെ പോയി SI ആയിട്ട് വന്നോട്ടെ. തന്റെ മോളെ ഒന്ന് ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് നന്ദുവും പറയണം. ആ സമയം വേണു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നിൽക്കുക. പിന്നീട് കുഞ്ഞ് ചിരിസോട് കൂടിയിട്ട് അങ്ങോട്ട് പോവാണ്. അപ്പോഴേക്കാണ് അകത്തുനിന്ന് രേണുവും ശരവണ്ണും ഇറങ്ങി വരുന്നേ. നയനയും കൂടി ചെന്നു. നയനയും കൂടി എന്നിട്ട് പറഞ്ഞു, എന്റെ നന്ദുവിനെ കള്ളക്കേസ് കൊടുക്കാണ്ട് ശ്രമിച്ചല്ലേ, കൊള്ളാം. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്തിന് നന്ദു അധികം വയ്യാതെ തന്നെ SI ആയിട്ട് വരും. അങ്ങനെ വന്നു കഴിയുമ്പോ അവളുടെ മുന്നിലെങ്ങും ചെന്ന് പെട്ടേക്കരുത്. നീയൊക്കെ ജില്ല വിട്ട് തന്നെ പോകേണ്ട വരുമെന്ന് പറയണം. നിനക്കിട്ടുള്ള പണി അവള് നേരിട്ട് തന്നോളും. അവളെ കൊടുക്കാൻ ശ്രമിച്ചല്ലേ, അവള് നിങ്ങളൊന്നും വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയണം. അവസാനം അവരങ്ങോട്ട് പോവാണ്. അപ്പോഴേക്കും മാരാർ വക്കീൽ ഇറങ്ങി വന്നു. മാരാർ വക്കീലിനോട് പോയി നന്ദി പറയണ്ട്. നന്ദു ആണെങ്കിൽ നയന എല്ലാരും. പിന്നീട് മാരാർ വക്കീൽ പറഞ്ഞു, എനിക്കറിയായിരുന്നു നന്ദനെ കണ്ടു കഴിഞ്ഞപ്പോൾ ബോൾഡായിട്ടൊരു പെൺകുട്ടിയാണ്, ഇവളെ കൊണ്ട് അതൊക്കെ സാധിക്കുമെന്ന്. അതുകൊണ്ടാണ് ഇവളെ വിശ്വസിച്ച് ഞാൻ ആ കാര്യങ്ങൾ കേസൊക്കെ ഏൽപ്പിച്ചെന്ന് പറയണം. പിന്നീട് നയന ചോദിച്ചു, അല്ല വക്കീലിന് ഫീസ് വേണ്ടെന്ന് നിൽക്കുക. ഫീസോ? ഇത് ഫീസ് ഇല്ലാത്ത ഒരു വാദമായിരുന്നു പറയാണ്. ഫീസ് ഇല്ലാത്ത വാദമോ? അതെ, നമ്മള് പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിക്കില്ലേ എന്ന് പറഞ്ഞ പോലെ ഞാൻ നന്ദനയ്ക്ക് വേണ്ടി ഹാജരായെന്ന് പറയണം. അല്ല ഫീസ്, അതിന്റെ കാര്യമൊന്നുമില്ല, ഫീസൊന്നും വേണ്ടാന്ന് പറയണം. ഇതും പറഞ്ഞിട്ട് മാരാർ വക്കീൽ അങ്ങോട്ട് പോവാണ്. നയനയ്ക്ക് എന്തോ ഡൗട്ട് അടിച്ചു. വക്കീൽ വന്നിട്ട് ഒരു കാര്യമില്ലാതെ അല്ലെങ്കിൽ ഫീസൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ഇങ്ങനെ വാദിച്ചിട്ട് പോണെങ്കിൽ അതെന്തായിരിക്കും കാരണം എന്ന് നയന ചിന്തിച്ചു. ഒരു പക്ഷേങ്കില് പബ്ലിക് പ്രോസിക്യൂട്ടർ വന്ന പോലെ വന്നതായിരിക്കുമോ. പക്ഷെ ആരെങ്കിലും പറയാതെ മാരാർ വക്കീൽ വരേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ നയനയും നവ്യയും ചിന്തിക്കുന്നുണ്ട്. ഈ സമയം കനകയും ഗോവിന്ദനും ഭയങ്കര ടെൻഷനിലിരിക്കുക. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കനക വന്നിട്ട് ഗോവിന്ദനോട് പറഞ്ഞു, ഗോവിന്ദേട്ട ബാ, എന്തായാലും ഇച്ചിരി ഫുഡ് കഴിക്കാൻ പറയണം. വേണ്ട കനക എന്ന് പറയണം. ഇങ്ങനെ കഴിക്കാതിരുന്നാൽ എങ്ങനെ ശരിയാവുന്നേ? അതെ, എന്റെ കുട്ടികൾ വരട്ടെ, എന്നാലും എനിക്ക് സമാധാനം ആവുള്ളൂ പറയണം. അപ്പോഴേക്കും ഒരു കാർ വന്നു നിന്നു. കാറിനകത്ത് നയനൻ നന്ദു നവ്യയും കൂടെ ഇറങ്ങുവാണ്. ആ കാഴ്ച കണ്ടപ്പം കനക ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് മോളെന്നും പറഞ്ഞുകൊണ്ട്. പിന്നീട് ചോദിച്ചു, എന്തായി മോളെ കാര്യങ്ങള്?
അതെ പേടിക്കൊന്നും വേണ്ടമ്മേ, അമ്മയുടെ മോളെ കോടതി വെറുതെ വിട്ടെന്ന് പറയാണ് നയന. അപ്പം ആ വക്കീൽ വാദിച്ച് ജയിച്ചോന്ന് വെക്കും. വക്കീലൊന്നും അല്ല, ഇവിടെ നന്ദു ആണ് കോടതി വാദിച്ചതെന്ന് പറയണ. നന്ദുവോ? ഒന്ന് കാണേണ്ടതായിരുന്നു അമ്മേ നന്ദുവിന്റെ പ്രകടനം കോടതിയില് എന്ന് പറയണ. എന്ന് പറഞ്ഞു, ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല മോളെ എന്ന് പറയണ. വിശ്വസിക്കണം, അമ്മയുടെ മോള് തെറ്റം ചെയ്തിട്ടിരുന്ന് കോടതി തെളിഞ്ഞില്ലെന്ന് ചോദിക്കാം. അല്ല ഇനിയിപ്പോ ഇവൾക്ക് ട്രെയിനിങ്ങിന് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദു പറഞ്ഞു, ഈ തവണത്തെ ട്രെയിനിങ്ങിന് പോകാൻ പറ്റില്ല, എന്നാലും അടുത്ത തവണത്തെ ട്രെയിനിങ്ങിന് പോകാൻ വെച്ചാ എനിക്ക് SI ആവാൻ സാധിക്കും, എന്റെ മോഹം പൂവണി എന്ന് പറയാണ്. ഇത് കേട്ടതും കനക പറഞ്ഞു, എന്നാ ഭാഗത്തേക്ക് നമുക്ക് ഫുഡ് കഴിക്കാന്ന് പറയാണ്. പെട്ടെന്ന് നവീച്ച് എന്താ കഴിക്കാനുള്ളത്, പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കില്ല, ആകെപ്പാടൊരു സങ്കടമായിരുന്നു. പക്ഷെ ഈ കുഴപ്പമില്ല, ദോശമാവ് ഇരിപ്പുണ്ട്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാന്ന് പറയണം. അതിനധികം സമയം വേണ്ടല്ലോ, ഉള്ളതുകൊണ്ട് നമുക്ക് ഓണം പോലെ എന്നും പറഞ്ഞിട്ട് അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാം. ഈ സമയം അനാമിക രേവതിയുടെ അടുത്ത് വന്നു. എന്നിട്ട് വേണുവിനെ വിളിച്ചു നോക്കണം, വിളിച്ചിട്ട് എടുക്കുന്നില്ല. എന്താമീ അച്ഛൻ കോൾ എടുക്കാത്തതെന്ന് ചോദിക്കാം. എന്റെ മോളെ, മിക്കവാറും അങ്ങേര് കോടതി തന്നെയായിരിക്കും, കോടതിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരിക്കില്ല, എന്നാലും ഇത്ര സമയം വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ലോ, ചിലപ്പോ നേരിട്ട് ഒന്ന് പറയാനായിട്ടായിരിക്കും എന്ന് പറയാം. നീ പേടിക്കൊന്നും വേണ്ടെന്നേ, അവളെ കയ്യാമ്മം വെച്ചോണ്ട് പോയ കഥ നേരിട്ട് വന്ന് വേണുവേട്ടനും പറയാനായിരിക്കും, അതുകൊണ്ടായിരിക്കും വേണുവേട്ടൻ കോള് പോലും എടുക്കാത്ത. സന്തോഷം ഒരു കാര്യമല്ല നടന്നിരിക്കുന്നു ചോദിക്കണം. ഇത് കേട്ടതും അനാമി പറഞ്ഞു, അതേമ്മേ, അതെ അവളുടെ ചേച്ചിമാർക്കിട്ടുള്ള 8ന്റെ പണി തന്നെ കിട്ടാൻ പോണെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ദേവത പറഞ്ഞു, ആ നവ്യ എന്ന് പറയുന്നവളുണ്ടല്ലോ, അവളെ ഒന്ന് സൂക്ഷിക്കണം. കാരണം അവൾക്കറിയാം കാര്യങ്ങളൊക്കെ, നമ്മളാണ് പാലിനകത്ത് വിഷം കലർത്തിയെന്ന കാര്യങ്ങളൊക്കെ അവൾക്കറിയാം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവൾ എന്തും ചെയ്യാൻ മടിക്കാത്തവരാ. ചിലപ്പോൾ നന്ദു ജയിലിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ചിലപ്പോൾ നിനക്കെതിരെ ആഞ്ഞടിച്ചെന്നിരിക്കും എന്ന് പറയണം. അനാമിക പറഞ്ഞു, ഇനിയിപ്പോൾ എന്തൊക്കെ ആഞ്ഞടിച്ചെന്ന് പറഞ്ഞാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലമ്മേ, ഈ പറയുന്ന വെല്ലുമ്മയെല്ലാം ഇവർക്കെതിരെ തിരിയും. ആ നന്ദു എന്ന് പറയുന്ന ജയിലിലേക്ക് പോയ പിന്നെ കാര്യങ്ങൾ കുറച്ചുകൂടെയൊക്കെ എളുപ്പമാവെന്ന് പറയണം. പിന്നീട് കനകയും ഗോവിന്ദനും നന്ദു നയനും എല്ലാവരും കൂടി ഇന്ന് ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ വിളമ്പി കൊടുത്തോണ്ടിരിക്കുകയാണ് കനക. കനക പറഞ്ഞു, ഒരു നിമിഷത്തേക്ക് ഞങ്ങൾ ആകെപ്പാട് ടെൻഷനായി പോയിരുന്നു, നന്ദു ജയിലിലേക്ക് അതിനും പോയാൽ സഹിക്കാൻ പറ്റില്ല എന്ന് പറയണം. ഗോവിന്ദൻ പറഞ്ഞു, സർവ്വദൈവങ്ങളെയും വിളിച്ച് ഇവരുടെ പ്രാർത്ഥനയായിരുന്നു പറയണം. നന്ദു പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല അച്ഛാ, ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നില്ല എന്ന് പറയണം. അത് ശരിയാ, പക്ഷെ വന്നാലും അച്ഛന്റെ അമ്മയുടെ നെഞ്ചിനകത്ത് തീയായിരുന്നു പറയണം. പിന്നീട് നവിയുടെ ചില വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞെന്ന് ചോദിക്കാം. വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടില്ല, അവര് കാത്തിരിക്കാം, അവിടെ കാത്തിരിക്കട്ടെ. കാരണം അവിടുത്തെ ചില കൃമികളൊക്കെ ഉണ്ട്, അവർക്ക് നന്ദു ജയിലിലേക്ക് പോകുന്ന കാണാൻ ആഗ്രഹം. അപ്പൊ അവരുടെ മുഖത്തെ എക്സ്പ്രഷനൊക്കെ അറിയണമെങ്കിൽ നേരിട്ട് ഇന്ന് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കണമെന്ന് പറയാം. അതുകൊണ്ട് കാര്യങ്ങളൊന്നും വിളിച്ചു പറഞ്ഞിട്ടില്ലെന്ന് പറയാം. കനക പറഞ്ഞു, അത് ശരിയാ മോളെ, അവർക്കിട്ടൊക്കെ 8ന് നല്ല പണിയല്ലേ കിട്ടാൻ പോകുന്നേ. നന്ദു ജയിലിലേക്ക് പോകുന്നിടത്ത് സന്തോഷത്തിലിരുന്ന ആൾക്കാരല്ലേ അവര്, അവർക്കിട്ടുള്ള പണിയല്ലേ കിട്ടണേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നയന പറഞ്ഞു, അതെ അമ്മേ, പക്ഷെ ഇതങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല, ചെല്ലട്ടെ, അനാമികനെ ഒന്ന് പൊളിച്ചടുക്കണമെന്ന് പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.